السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اتقوا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. اتقوا الله حيثما كنتم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിവിന്റെ പരമാവധി ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി, മുഖ്ലിസായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു മുഅ്മിനായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ചെറിയ സമയം, 15 മിനിറ്റ് സമയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തറാവീഹ് നമസ്കാരമുണ്ട്. ഇന്ന് എത്ര നേരം സംസാരിച്ചാലും എത്ര നേരം നമസ്കരിച്ചാലും ഒന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ എല്ലാവരും പള്ളിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ് ഇന്നൊക്കെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൽമ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നാൽ പള്ളിയിലെത്തിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല നിയ്യത്തോടു കൂടി ഇരിക്കുക. അല്ലാഹുവിന്റെ ദീനെ കേൾക്കാനാണ്, അല്ലാഹുവിന്റെ ദീനെ പഠിക്കാനാണ്, അത് ഉൾക്കൊള്ളാനാണ് എന്ന നിയ്യത്തോടു കൂടി നാം ഇരിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ്. ഈ സദസ്സിൽ എത്രയോ മലക്കുകൾ ഉണ്ടാവും. അവിടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. ഒരു ഹദീസ് തുടങ്ങുന്നത് അങ്ങനെ, അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരു സമൂഹം, ഒരു ഖൗമ് ഇരുന്നിട്ടില്ല ഇങ്ങനെയായി കഴിഞ്ഞാൽ ഏത് പള്ളിയിൽ, ഏത് ഭവനത്തിൽ പ്രയോഗിച്ച വാക്ക് അല്ലാഹുവിന്റെ വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സമൂഹം ഒരുമിച്ച് ചേർന്നിരുന്നിട്ടില്ല, അവർ വന്നിട്ടില്ല, ഇരുന്നിട്ടില്ല. എന്തിനാണ് അവർ ഇരുന്നത്? അല്ലാഹുവിന്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയാണ്. പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കുകയാണ്. നമ്മുടെ ഇരുത്തം അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനാണ്, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിനെ കുറിച്ച് അറിയാനാണ്. എങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവിടേക്ക് അല്ലാഹു ശാന്തി ഇറക്കാതിരിക്കുകയില്ല. അപ്പോൾ ഒരു ഖൗമി ഇരുന്നിട്ടില്ല അല്ലാഹുവിന്റെ ശാന്തി ഇറങ്ങിയിട്ടല്ലാതെ, ഒരു സമൂഹം ഇരുന്നിട്ടില്ല അല്ലാഹുവിന്റെ പള്ളിയിൽ അവിടേക്ക് മലായികത്തുകൾ ആ സദസ്സിനെ ആവരണം ചെയ്തിട്ടല്ലാതെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിൽ ഇഷ്ടംപോലെ മലക്കുകളുണ്ട്. ഇന്ന് ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണെങ്കിൽ ഭൂമിയിലുള്ള ചരക്കല്ലിനേക്കാൾ അധികം എണ്ണം മലക്കുകൾ ഭൂമിയിലേക്കാണ്. എത്ര മലക്കുകളാ? ഭൂമിയിൽ എത്ര ചരക്കല്ലുണ്ടോ അതിനേക്കാൾ അധികം എണ്ണം. അപ്പൊ അത് കണക്കാക്കാൻ പറ്റുമോ നമുക്ക്? അള്ളാഹുവിന്റെ മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, 30 വയസ്സിൽ മുസ്ലിമായി 35 വയസ്സിൽ മരിച്ചുപോയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ 5 കൊല്ലം ജീവിച്ചത്. നമ്മളൊക്കെ എത്ര കൊല്ലം ജീവിച്ചു? ഞാനിവിടെ വരുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, 30 കൊല്ലം മുമ്പത്തെ നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടു. അപ്പൊ നമ്മള് എത്ര കൊല്ലായി എന്നാന്റെ ദീനിലിങ്ങനെ അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. 5 കൊല്ലാണ് ആകെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിമായിട്ടുള്ള ജീവിതം. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 35-ാമത്തെ വയസ്സിൽ മരിച്ചു. ബദറിൽ പങ്കെടുത്തു, ഉഹദിൽ പങ്കെടുത്തു, ഖന്തഖിൽ പങ്കെടുത്തു.
ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ സഅദ് റളിയല്ലാഹു ലോകത്ത് നിന്ന് വിട പറയുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അർശ് കുലുങ്ങി. എന്നാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അർ-റഹ്മാനായ റബ്ബിന്റെ അർശ് കുലുങ്ങിപ്പോയി. ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണം നിമിത്തം അല്ലാഹുവിന്റെ അർശ് വരെ കുലുങ്ങിപ്പോയി. അത്ര ഇഷ്ടമായിരുന്നു അല്ലാഹു ആരോട്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. അതുകൊണ്ട് അല്ലാഹ് മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഭൂമിയിൽ ഇന്ന് വരെ ചവിട്ടിയിട്ടില്ലാത്ത, ഭൂമിയിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത 70,000 മലക്കുകളോട് അല്ലാഹ് പറഞ്ഞു സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ ഇതൊക്കെ? ഭൂമിയിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത 70,000 മലക്കുകളോട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. എത്ര വലിയ ഇഷ്ടമായിരിക്കും അല്ലാഹുക്ക് സഅദ് റളിയല്ലാഹു അൻഹുവോട്. എന്നിട്ട് ആ സഅദ് റളിയല്ലാഹുവിനെ ഖബറിലേക്ക് ഇങ്ങനെ വെച്ചപ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ചാലിട്ടൊഴുകി താടികളിലൂടെ വന്ന് അതിങ്ങനെ ഒറ്റി ഒറ്റി വീണ് ചുണ്ടുകൾ വിറച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലിൽ ഖബരി വഖ്തൻ, ഖബറിന് ഒരു കുടിസറയുണ്ട്. എല്ലാ ഖബറിനും ഒരു ഞെരുക്കമുണ്ട്. ആരുടെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോഴാ പറയണത്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 70,000 മലക്കുകളെ അല്ലാഹ് പ്രത്യേകം നിശ്ചയിച്ചയച്ച അല്ലാഹുവിന്റെ സിംഹാസനം വിറച്ചുപോയി എന്ന് പറഞ്ഞ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബറിന് ഒരു ഞെരുക്കമുണ്ട്. വലൗ കാന അഹദുൻ നാജിയം മിൻഹാ, അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നജാ സഅദ് ബിൻ മുആദ്. ആര് രക്ഷപ്പെടണമായിരുന്നു? സഅദ് ബിൻ മുആദ് മിൻഹാ, ഈ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അപ്പൊ രക്ഷപ്പെടില്ല എന്നല്ലേ അർത്ഥം അല്ലേ? ഇത്ര വലിയ പദവിയുള്ള സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലും ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 6 അടി താഴ്ചയുള്ള എത്ര വിശാലമായ ഖബർസ്ഥാനുണ്ടെങ്കിലും നമുക്കൊക്കെ വേണ്ടി ഒരുക്കി വെച്ച ഖബർ 6 അടി താഴ്ചയുള്ള ഒരടി കഷ്ടി വീതി ഉണ്ടാവും. അടിയിലെ പൊടി. എന്റെ നാട്ടിലെ മഹലിലെ കുറച്ച് ഉറപ്പുള്ള സ്ഥലം, പാറ ഉള്ള സ്ഥലം. അപ്പൊ ഖബറോടെ റെഡിയാക്കി വെക്കല. 4, 5, 6 ഖബറൊക്കെ റെഡിയാക്കി വെക്കും. അതുകൊണ്ട് നമ്മൾ ആ ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ ഖബറാളികൾക്ക് സലാം പറഞ്ഞ് നമ്മുടെ ഒപ്പ കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോ കുത്തിയിട്ട ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു പോകും, ഈ ഖബറിലല്ലേ നമ്മൾ കിടക്കേണ്ടത്? പള്ളിയിൽ നമ്മളെല്ലാവരും AC ഇട്ടിട്ടായിരിക്കുന്നത്. എന്താ കാരണം? ചൂട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് അനുവദിച്ചതാണ്. കൂടുതൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിയർത്ത് കുളിക്കാതെ വളരെ മാന്യമായി നിന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. പ്രശ്നമില്ല. ഇപ്പൊ പുതിയ വീടുണ്ടാക്കുന്ന ആളുകൾ എന്താ പറയല്? മുമ്പൊക്കെ 9 റൂം, 10 റൂം അങ്ങനെയൊക്കെ ഉണ്ടാവുക. ചെറിയ റൂമുകളായിരുന്നു. ഇപ്പൊ 2 ബെഡ്റൂം ഉള്ളെങ്കിൽ കുറച്ച് വിശാലത വേണം. അങ്ങനെ 14, 15 ഒക്കെ റൂം ഉണ്ടാക്കുക. ഒരു കട്ടിലിട്ടിട്ട് നല്ലൊരു സോഫ ഇടാനുള്ള സ്ഥലം വേണം, വലിയ അലമാര സംവിധാനിക്കാനുള്ള സ്ഥലം വേണം. ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ ശീതീകരിച്ച വലിയ ബെഡ്റൂം വിട്ട് നല്ല സ്പ്രിംഗ് ഫിറ്റ് ചെയ്ത ആ ബെഡ് വിട്ട് നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഈ 6 അടി മണ്ണിലേക്ക് നോക്കുമ്പോ മരണബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. എന്നല്ലേ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം?
അപ്പൊ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോ ഖബറിൽ ഞെരുക്കമുണ്ട് എന്ന് പറയുകയും പ്രവാചകൻ കരയുകയും വല്ലവരും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടണമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന് ഇത്ര റബ്ബിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമ മരിച്ചിട്ട് പോലും ഖബർ ഞെരുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി? അത് ഓർക്കാനോ പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ അവസ്ഥ എന്തായി? നമ്മളൊക്കെ സഹാബത്തിന്റെ ആ വലിയ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഹൻളല റളിയല്ലാഹു അൻഹു ചരിത്രം കേട്ടവരാണ് നമ്മളൊക്കെ. കല്യാണം കഴിഞ്ഞ് ഭാര്യക്ക് കൊടുക്കാതെ ഡ്രസ്സ് കക്ഷത്തിലും വെച്ച് നടന്നു പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ കാറും സംവിധാനമൊന്നും ഇല്ല അന്ന്. ഒട്ടകാണ് യാത്ര, വാഹനം. അപ്പോ പുതുമണവാട്ടിക്ക് കൊടുക്കാതെ ഡ്രസ്സും വാങ്ങി ഹൻളല റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നത് സഹാബത്ത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അന്ന് രാത്രി ഒരു യുദ്ധത്തിന് പോവേണ്ട നിർബന്ധിത ഘട്ടം വന്നു. നബിയും സഹാബത്തും ഇറങ്ങി പുറപ്പെടുകയാണ്. ഹൻളലയെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഹൻളല ചുരുക്കി പറഞ്ഞ ഹൻളല എങ്ങനെയോ അറിഞ്ഞു. അപ്പൊ ഇവര് കുറെ ദൂരെത്തിയിട്ടുണ്ട്. ഹൻളല കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ജീവിക്കുകയാണ് തന്റെ സഹധർമ്മിണിയുമായി. മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു ഭാര്യ ഭർത്താവിന് അനുവദിക്കപ്പെട്ട ശാരീരികമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നീടുള്ള സമയത്താണ് ഈ കാര്യം അറിയുന്നത്. തന്റെ ഭാര്യയോട് പെർമിഷൻ വാങ്ങി, ഞാൻ പോയിക്കോട്ടെ, അവരൊക്കെ പോയി, ഞാനിപ്പോഴാ അറിഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് സമ്മതം വാങ്ങി തന്റെ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച്, എന്നെ ശത്രുക്കൾ വെട്ടി പരിക്കേൽപ്പിച്ച് ഞാൻ ഷഹീദായിട്ടില്ലെങ്കിൽ തിരിച്ചു വരാം, അഥവാ ഈ യാത്രയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള ഭാഗ്യം, അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് സംഭവിച്ചാൽ നമുക്ക് പരലോകത്ത് ഒരുമിച്ച് ജീവിക്കാം, അവിടെ വെച്ച് കാണാം. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണ് പോയി. ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കളുടെ വെട്ടേറ്റ് ആര് മരിച്ചു? ഹൻളല റളിയല്ലാഹു അൻഹു മരിച്ചു വീണു, ഷഹീദായി. യുദ്ധത്തിൽ മരിച്ചവരെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഖബറിലേക്ക് വെക്കാം. പക്ഷെ ഹൻളലയെ നോക്കുമ്പോ ഹൻളല കുളിച്ച് കിടക്കുക, താടി രോമങ്ങളിൽ നിന്ന് വെള്ളം വറ്റുന്നുണ്ട്, ശരീരമാസകലം നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു എല്ലാ സ്വഹാബത്തും നബിയോട്, എന്താ നബി ഇങ്ങനെ ഹൻളല മാത്രം നനഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയില്ല, മലക്കുകൾ ഒന്ന് കുളിപ്പിച്ചു, വിഷയം എന്താണെന്ന് അറിയില്ല, അല്ലാഹ് എന്നെ അറിയിച്ചിട്ടില്ല. ഹൻളലയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ചുരുക്കിയ പറഞ്ഞേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കണം, എന്താ അറിയോ? നബിയെ, ഞാനും ഹൻളലയും തമ്മിൽ കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രിയിൽ ഏതാനും മണിക്കൂറുകളെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ, ഇനി എനിക്കാരാണുള്ളത്? അല്ല, അത് ചോദിക്കാനല്ല വന്നത്. ഇനി എന്ത് ചോദിക്കാനാ വന്നത്? ഹൻളലയുടെ ഭാര്യ നബിയുടെ അടുക്കലേക്ക് വന്നത് എന്തിനറിയോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഹൻളല വലിയ ശുദ്ധിക്കാരനായിരുന്നു നബിയെ, നിങ്ങളൊക്കെ പോയ വിവരം ഒരുപാട് വൈകിയാണ് അറിഞ്ഞത്, അതുകൊണ്ട് കുളിക്കാനൊന്നും നിന്നിട്ടില്ല. വിവരമറിഞ്ഞ ഉടനെ നിങ്ങളുടെ കൂടെ താൻ ഓടിപ്പുറപ്പെട്ടതാണ്. വലിയ ശുദ്ധിക്കാരനായിട്ടാണ് മരിച്ചിട്ടുള്ളത്, കുളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നബി. അതുകൊണ്ട് എന്റെ പ്രിയങ്കരനായ ഹൻളലക്ക് ഷഹീദിന്റെ പദവി കുറയുമോ? നാളെ പരലോകത്ത് ശുഹദാക്കളുടെ പിറകിലായി പോകുമോ? കൂലി പറയുമോ നബിയെ എന്റെ ഭർത്താവിന്? അത് ചോദിക്കാനാ വന്നത്. ആര്? ഹൻളലന്റെ ഭാര്യ. നമ്മൾ ദീനി രംഗത്തൊക്കെ ഇറങ്ങി കുറച്ച് സമയം ചെലവഴിച്ച് നമ്മളെ ഭാര്യ എന്താ പറയാ? എന്തായിരിക്കും പറയാ? ചിന്തിക്കണം, ആലോചിക്കണം. നമ്മളൊക്കെ ഇവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോവാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലേ? അവൻ ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മുൻഗാമികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാ വസുൽസിലു, ഒരുപാട് ക്ലേശം അവർ അനുഭവിച്ചു, ഒരുപാട് പ്രയാസം അവർ അനുഭവിക്കേണ്ടി വന്നു. ഇതൊന്നും നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് വരാതെ, ഞാൻ ആയത്തിലെ പൂർണ്ണതയല്ല പറയണത്, വാക്ക് പറഞ്ഞതാണ്, അല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പോവുകയാണ്, പ്രവാചകൻ വരെ പറഞ്ഞു പോകുന്നത് വരെ വർണ്ണിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, നബി ചോദിച്ചു പോയി, കൂടെയുള്ള വിശ്വാസികൾ ചോദിച്ചു പോയി, എന്ത്? മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് സഹായം?
എത്ര വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് സഹിച്ചത്. ഞാൻ ഇന്ന് ബറാമി പള്ളിയിൽ ക്ലാസ് ഉണ്ട് രാത്രി. എന്റെ വിഷയം ഇസ്രാ മിഅ്റാജ്. അതൊന്നും ആലോചിച്ചു, ഞാൻ പദം തന്നെ ആലോചിച്ചു. എന്തൊക്കെ ക്ലേശങ്ങളാണ് ആ യാത്ര അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുക്കി കൊടുക്കാൻ ചില കാരണങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒരുപാട് ദുഃഖങ്ങൾ പ്രവാചകന്റെ മനസ്സിൽ ഇങ്ങനെ തലം കെട്ടി നിൽക്കുമ്പോൾ അല്ലാഹു ഒരു പ്രത്യേക യാത്രക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്ന രംഗം, അത് വിശ്വാസികൾക്ക് ഒരു പരീക്ഷണമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരീക്ഷണമാണ്. അതിനെ ഓർക്കുന്നു മുസ്ലിം ഉമ്മത്ത് പല നോമ്പിലൂടെ, ഇല്ലാത്ത നോമ്പിലൂടെ. അല്ലാഹു ഉമ്മത്തിന് ഉള്ളതിൽ നിലനിന്ന് പോകുവാനുള്ള നല്ല മനസ്സും അറിവും ഇൽമും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുൻഗാമികളായ ആളുകൾ എന്തൊക്കെ ത്യാഗങ്ങളാണ് അവരൊക്കെ സഹിച്ചത്. സഹാബത്തിനെ കൊണ്ടുപോയി തീയിൽ കിടത്തി, മരുഭൂമിയിൽ കിടത്തിയാൽ തന്നെ ശരീരം കൊള്ളും. എന്നിട്ട് നല്ല തീയുടെ കട്ടയുണ്ടാക്കിയിട്ട് കനലുണ്ടാക്കിയത് കിടത്തി. എണീക്കുമ്പോ ഇറച്ചി ഉരുകി ഒലിക്കുകയാണ്, ശരീരത്തിൽ ദ്വാരം വീണിട്ടുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോട്, മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പേടിക്കേണ്ട, അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ടാകും. നമ്മൾ എത്ര സുഖമായിട്ടായി ഈ കുഞ്ഞിപ്പള്ളിയിൽ, കൊച്ചുപള്ളിയിൽ ഇരിക്കുന്നത്. ടാർപോളിൽ വലിച്ചു കെട്ടി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുന്ദരമായി ജീവിച്ച ഫലസ്തീനിലെ മക്കളെ ടാർപോളിൽ വലിച്ചു കെട്ടി അവർ കരഞ്ഞ് ലോകത്തോട് പറയുന്നുണ്ട്, നോമ്പ് തുറക്കാൻ നേരെ വെള്ളമെങ്കിലും തരൂ, നിങ്ങൾ അനുവദിക്കൂ. കേട്ടില്ലേ നിങ്ങളുടെ വീഡിയോ? ഞങ്ങളൊന്ന് നോമ്പ് തുറക്കാൻ, പച്ചവെള്ളം മതി, മര്യാദക്കൊന്ന് നോമ്പ് തുറക്കാൻ, സമാധാനത്തോടു കൂടി ഒന്ന് നോമ്പ് തുറക്കാൻ സമ്മതിക്കൂ എന്ന് കരഞ്ഞു പറയുന്ന മക്കളെ കാണുന്നതാണ്. പരീക്ഷണങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് വരുന്നത്? വാർത്തകൾ വരുന്നു, സത്യമാണോ സത്യമാണോ? നോമ്പുകാരികളായ സ്ത്രീകളെ പട്ടാളത്തിന്റെ വാഹനങ്ങൾ വന്ന് കയറ്റിക്കൊണ്ടുപോയിട്ട് ക്രൂരമായി നോമ്പുകാരികളായ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു എന്ന് വരെ വാർത്ത. അല്ലാഹു ഉമ്മത്തിന് സമാധാനം കൊടുക്കുവാനാകട്ടെ. അല്ലേ? പരീക്ഷണങ്ങൾ പല വിധത്തിലാണ് വരിക. ما يزال البلاء بالمؤمن والمؤمنة في نفسه وولده وماله حتى يلقى الله تعالى وما عليه خطيئة. അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹ് കൂടുതൽ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹ് നമ്മളോട് താല്പര്യമില്ലെങ്കിൽ വലിയ പരീക്ഷണം ഉണ്ടാവില്ല. നമ്മളെ പരീക്ഷിക്കുന്നത് നബിമാരെന്തിനാ അള്ളാഹ് പരീക്ഷിച്ചത്? തെരഞ്ഞെടുത്ത ആളുകളല്ലേ. ഇന്ന് 800 കോടിയിലധികം മനുഷ്യർ ലോകത്തുണ്ട്. എന്നിട്ട് ആകെ ലോകത്തിലേക്ക് 1 ലക്ഷത്തിലധികം പ്രവാചകന്മാരേ ഉള്ളൂ. അത് 25 നബിമാരുടെ റസൂലുമാരുടെ പേരാണ്, നബിമാരുടെ പേരാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അള്ളാഹ് ഇത്രയും വലിയ ജനകോടികൾ വരാനിരിക്കുന്ന മനുഷ്യക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് അള്ളാഹ് മഅസൂമികളാണ്. അവർ അള്ളാഹ് പ്രത്യേക പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തവരാണ്. എന്നിട്ട് എല്ലാ നബിമാരും നോർമൽമാരാണോ? അല്ല, അവരെ പരീക്ഷിച്ചു. കടുത്ത രോഗം കൊടുത്ത് പരീക്ഷിച്ചു. തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുട്ടിയെയും ഭാര്യയെയും ആരാരുമില്ലാത്ത മണൽക്കാട്ടിൽ കലകള സ്ത്രീകളുടെ, പക്ഷികളുടെ കലകള ശബ്ദമില്ലാത്ത, ഇല്ല പച്ചപ്പില്ലാത്ത, ചെടികളും മരങ്ങളും ഇല്ലാത്ത മരുഭൂമിയിലെ ആ മണൽ കൂനകളും മണൽ പരപ്പുകളും മാത്രം കിടക്കുന്ന, പാറക്കെട്ടുകൾ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞു. കരിച്ചില്ലേ? കുറെ കാലം മക്കളില്ല. പിന്നെ കുട്ടിയെ കിട്ടിയപ്പോ മോനെ നിന്നെ അറുക്കണമെന്ന് അല്ലാഹ് പറയുന്നു. മോനെ പരീക്ഷിച്ചില്ലേ? പറഞ്ഞത് നിങ്ങളോട് എന്താ കൽപ്പിച്ച് ചെയ്തോളൂ എന്ന് ഉപ്പാനോട് മോൻ പറയുന്നു. അപ്പൊ നബിമാർ അല്ലാഹ്ക്ക് ഇഷ്ടല്ലേ? നല്ല ഇഷ്ടമാണ്. മനുഷ്യക്കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം അല്ലാഹ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ നബിമാരോടാണ് കാണിച്ചത്. എന്നിട്ട് ഇങ്ങനെ പരീക്ഷിച്ചത്. ഈ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഅ്മിനത്തായ പെണ്ണിനെ, മുഅ്മിനായ ആണിനെ അല്ലാഹ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളിപ്പോ വരുന്ന വഴിയിൽ സ്ട്രോക്ക് സംഭവിച്ച ഒരാളെ കണ്ടു. നല്ല ആരോഗ്യവാനായ മനുഷ്യനാണ്. അയാൾ കരയാണ്. 45 വയസ്സുള്ള നമ്മുടെ പ്രവർത്തകൻ പെട്ടെന്ന് മരിച്ചു. പെട്ടെന്നാണ് അറിഞ്ഞ ക്യാൻസർ ആണ്, മരിച്ചു.
4 കുട്ടികളാണ്. ചെറിയ കുട്ടിക്ക് 3 വയസ്സാണ്. ഇപ്പോ റമദാനിൽ ഇങ്ങനെ ചെന്ന് ക്ലാസ് എടുക്കാൻ എന്നപ്പോ ആ മരിച്ച പ്രവർത്തകന്റെ പള്ളിയിൽ എത്തിയപ്പോ പറഞ്ഞു, നമ്മളെ മരിച്ച ആളറിയും 4 മക്കളാണ്. ചെറിയ കുട്ടിക്ക് 3 വയസ്സാണ്. ആ 3 വയസ്സുള്ള കുട്ടിക്കും ക്യാൻസറാണ്. കേട്ടോ, പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. 45 ചുറുചുറുക്കുള്ള 45 വയസ്സുകാരൻ ഓടി നടക്കുന്ന അവന് പരീക്ഷിച്ചു, വലിയ ക്യാൻസർ നൽകി. അറിഞ്ഞില്ല, എല്ലാ സ്റ്റേജും മറികടന്നിട്ടാണ് അറിഞ്ഞത്. ശരി, അതാണ് അള്ളാന്റെ തീരുമാനം. ഇപ്പോ ആ 3 വയസ്സുള്ള കുട്ടിക്കും ക്യാൻസർ. വേറൊരു സ്ഥലത്തെത്തുമ്പോ ഒരു ഉപ്പാക്ക് 5 മക്കള്, 5 മക്കൾക്കും മാനസികം. അപ്പൊ നമ്മളൊക്കെ എത്ര വലിയ സുഖത്തിലാ സുഹൃത്തുക്കളെ, എത്ര സുഖത്തിലാണ്. പരീക്ഷണങ്ങൾ ഇങ്ങനെ വരും. കടുത്ത പരീക്ഷണം. മാല കോർത്ത വള്ളിയുണ്ടല്ലോ, നൂല്, അത് മുത്തുമണികളാണ് കോർത്തിട്ടുള്ളത്. അതങ്ങോട്ട് പൊട്ടിച്ചാൽ മുത്തുമണികൾ എത്ര വേഗത്തിലാണോ താഴോട്ട് വരിക, അതുപോലെ ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ ഇനി നമുക്ക് മേലെ വരും എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെയൊക്കെ പരീക്ഷിക്കും? ഫീ നഫ്സിഹി, ശരീരം കൊണ്ട് പരീക്ഷിക്കും. കടുത്ത രോഗം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്ര നല്ല ആരോഗ്യവാനാണ്, നല്ല ആരോഗ്യ ഘടകത്രനാണ്, നല്ല സമ്പത്തിന്റെ ഉടമയാണ്, നല്ല വീടുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്. കടുത്ത രോഗം തന്നാൽ എന്ത് ആരോഗ്യം, എന്ത് ബിസിനസ്, എല്ലാം അവസാനിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ വലതിഹി, മക്കളെ തൊട്ട് പരീക്ഷിക്കും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചില രക്ഷിതാക്കളെ പറയാണ്, എന്റെ മോനല്ലാന്ന് എഴുതി തരാൻ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ എഴുതി തരാൻ, നിങ്ങളൊരു മോനില്ലാന്ന്. അങ്ങനെ പറയാൻ തയ്യാറാകുന്ന വാപ്പമാരെ കാണുന്ന നമ്മൾ. താമരശ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ പൂനൂരിൽ മരിച്ച ഷഹബാസിന്റെ വീട്ടിൽ പോയി. SSLC-കാരൻ മരിച്ചത് അടികൊണ്ടിട്ട് ആ വാപ്പ കെട്ടിപ്പിടിച്ച് കരയാൻ. എന്തൊരു നല്ല മോനായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ തല താഴ്ത്തിട്ട് ഇങ്ങനെ പോകും, ഒന്നും എതിര് പറയില്ല. അങ്ങനത്തെ മോനാണ്. ഓന് ദേഷ്യം വന്നാല് കുറച്ചേരം ഇവിടെ നമ്മൾ മാറിക്കും, പിന്നെ ഉടനെ വരും. അത്രേ ഉള്ളൂ. എന്നാൽ വാപ്പാനോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞാൽ മോശമെന്നറിയാം, ഉമ്മാനോട് തിരിച്ചൊരു വാക്ക് പറഞ്ഞാൽ മോശമെന്നറിയാം. എന്നിട്ട് എന്റെ മോനെ നെഞ്ചൊക്കെ വെച്ച് തല അടിച്ച് തലത്തില്. SLC പ്രായമുള്ള കുട്ടികള്, പ്രതികളും SLC-ക്ക് കോപ്പി അടിച്ച ഒറിജിനലായിട്ട് പിടിച്ച് റിപ്പോർട്ട് ചെയ്താൽ 3 വർഷം പരീക്ഷ എഴുതാൻ പറ്റില്ല. SLC-ക്ക് റെഡി ആവുന്ന കുട്ടിനെ തല്ലിക്കൊന്നാലോ ഓന് പോലീസ് പ്രൊട്ടക്ഷനിൽ പരീക്ഷ എഴുതാൻ. നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. എന്താ ചെയ്യാൻ അല്ലേ? ചിന്തിക്കണുണ്ടോ? ഓനെ ബൈക്കിൽ കൊണ്ടു ഇറക്കിയല്ലോ, ഈ അടി കഴിഞ്ഞിട്ട് അങ്ങനെ തലങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞാലോ, കഴിയുന്നില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു. അപ്പോഴും മോന്റെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരികയാണ്, മോന്റെ ഉമ്മാന്റെ ഫോണിൽ മെസ്സേജ് വരികയാണ്, എടാ കുറച്ച് കൂടി പോയില്ലേ, ഇപ്പൊ ആള് മരിച്ചിട്ട്. കുടുംബക്കാരി മെസ്സേജ് കാണുകയാണ്, തല്ലി ഒരു മെസ്സേജ് അയക്കുകയാണ്, കുറച്ച് കൂടിയില്ലേ, നിങ്ങളുടെ അടി സാരല്ലോ, റിപ്ലൈ ചെയ്യാൻ ഓനില്ല, അപ്പൊ മരിച്ചിട്ട് മെസ്സേജ് വരിക ഫോണിലേക്ക്. ആരതൊക്കെ ചെയ്യുന്നത്? റമദാൻ മാസമായിട്ട് ചെറുപ്പക്കാരൻ ഭാര്യയെ കൊന്ന് കടന്നിറങ്ങില്ലേ? നമ്മളൊക്കെ ഏറെ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ദീനിൽ ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ആർജവും കഴിവും ആഫിയത്തും സന്മനസ്സും ഇൽമും സന്ദർഭവും സാഹചര്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താ പരിഹാരം? എന്താണ് പരിഹാരം? നിങ്ങൾ പറയും, എടാ നമുക്കൊന്നും ശിക്ഷ കിട്ടൂലടാ, വോയിസാണ്, നമുക്ക് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, ഇത് പറയേണ്ട മക്കളോനില്ലേ? കേട്ടില്ല? സോഷ്യൽ മീഡിയയിൽ വോയിസ് ഒക്കെ ഉണ്ടല്ലോ. എന്താ പറയുന്നത്? നമുക്കൊന്നും ശിക്ഷ കിട്ടൂല, കാരണം നമുക്ക് പ്രായപൂർത്തിയായിട്ടില്ല, നമുക്ക് 18 കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളെ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ അയക്കുക? എങ്ങനെ? വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ കാവൽ അല്ലാഹു എല്ലാ സമയത്തും നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുക. ഞാനൊരു വിഷയം പറഞ്ഞിട്ടില്ല.
പരീക്ഷണങ്ങൾ പല വിധത്തിലും വരും. ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക, അള്ളാനെ മറക്കാതിരിക്കുക, ധിക്കാരത്തിന്റെ വാക്ക് പറയാതിരിക്കുക, അള്ളാനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. ഈ പരിശുദ്ധ റമദാൻ നമ്മളോട് രാജി പറയുമ്പോൾ ഒന്ന് ആത്മപരിശോധന നടത്തുക. ഹസിബു ഖബല അൻ തുഹാസബു. ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, എത്രത്തോളം ഞാൻ നേടി, എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഇന്ന് രാത്രി മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എത്രയോ റമദാൻ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയതുപോലെ ഈ റമദാനിൽ ഒന്ന് പോയി കുറെ ദാഹം കിട്ടിയെന്നതല്ലാതെ നോമ്പ് എനിക്ക് ഫലവത്തായിട്ടില്ല. രാത്രി കുറെ സമയം ഉറക്കം പോയി എന്നതല്ലാതെ എന്റെ നമസ്കാരം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് തോന്നുന്നുണ്ടോ? ദാഹമല്ലാതെ ഒന്നും കിട്ടിയില്ല. ഇല്ല സഹർ, ഉറക്കം ഒഴിച്ചു എന്നതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റമദാൻ കഴിയാണ്. മലപ്പുറം ജില്ലയിൽ ടാക്കീസ് ഒക്കെ പെയിന്റടി പൂർത്തിയായി. മനസ്സിലായില്ലേ? നോമ്പിന് കൂട്ടിയ ചെല്ല. നോമ്പിന് എന്തിനാ കൂട്ടിയത്? മുസ്ലിങ്ങളെ കിട്ടൂല. ഇനി പെരുന്നാൾ എന്തിനാ തുറക്കണത്? ഈ നോമ്പോട്ട് എല്ലാവരും വരും. എല്ലാവരും എന്താ പറയണില്ല. പിന്നെ ആരെ പ്രതീക്ഷിച്ചിട്ട് അപ്പൊ പുതിയ പെയിന്റിംഗ് ഒക്കെ നടത്തി ഏറ്റവും പുതിയ പടം പരസ്യപ്പെടുത്തി കാത്ത് റമദാനിന് നോമ്പിന് പൂട്ടിയ ടാക്കീസ് പെരുന്നാളിന് തുറക്കണെന്തിനാ? നമ്മളെ കൗമിനെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് മാറ്റാൻ? റമദാൻ പോയി, അതേപോലെ റമദാൻ ഇപ്പോഴും കഴിഞ്ഞു. നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുക. നമ്മളെ കുറച്ച് സംഘാടന നമ്മളേക്ക് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അള്ളാഹു നല്ല മുസ്ലിമായി നല്ല മുഅ്മിനായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകുവാനാകട്ടെ. അള്ളാഹു ഈ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ഞങ്ങൾ പലതും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റമദാനിന്റെ പകൽ ഒരു കാര്യം ചോദിക്കാനുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രാത്രി ഒരു കാര്യം പ്രത്യേകം ചോദിക്കാം. അതൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എത്ര നോമ്പായി? 26 52 കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയം ഇപ്പൊ കഴിഞ്ഞു. ആയിരക്കണക്കിന് കാര്യം ചോദിക്കാം. പക്ഷെ ഒരു കാര്യം പകലിൽ പ്രത്യേകം ചോദിക്കാം. അതിനെ തെരഞ്ഞെടുക്കണം. അതങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നത്തെ പകൽ ഇന്ന് രാത്രി ഒരു കാര്യം വന്നതിലേക്ക് പ്രത്യേകം എടുക്കാൻ ധാരാളം ചോദിച്ചോളി. ഒരു കാര്യത്തെ പ്രത്യേകമാക്കിയിട്ട് ആ കാര്യം ഇടക്കിടക്ക് പറയാം, ഉത്തരം കിട്ടുന്നതാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ടാവും ഓഫർ. രാത്രി വേറെ പകല് വേറെ ആയിട്ട് ആ ഓഫർ ഉണ്ട്. ഉത്തരം കിട്ടുന്ന ദുആ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഇനി 27, 28, 29 മൂന്നെണ്ണം എന്തായാലും ഉറപ്പാണ്. ചിലപ്പോ 30 അല്ലേ? അപ്പൊ 4 പകലും 4 രാത്രി കിട്ടും. 8 കാര്യം വന്നാൽ മുമ്പിൽ വെക്കാം. അതിന് പുറമെ ധാരാളം കാര്യങ്ങൾ വെച്ചോളി, കരഞ്ഞ് ചോദിച്ചോളി. അതാണ് ഇന്നത്തെ രാത്രി ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ജീവിപ്പിക്കണം, സക്രിയമാക്കണം. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മനസ്സിനെ നിന്റെ ദീനിന് പാകപ്പെടുത്തി നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ റുകൂഉകൾ, സുജൂദുകൾ, ദുആകൾ, ദിക്റുകൾ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ കടത്തിൽ കുടുങ്ങിയവരുണ്ട്. ഹലാലായ മാർഗത്തിൽ പടച്ചവരെ അത് വീട്ടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ നിന്റെ റഹ്മത്തും ബറകാത്തുകളും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. പടച്ചവനെ അവർക്ക് നീ പെട്ടെന്നുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ നോമ്പിന് ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റാതെ ഈ നോമ്പിന്റെ തറാവീഹുകളും ഈ നോമ്പിന്റെ പകലുകളും രാത്രികളും പള്ളിയിൽ കഴിച്ചു കൂട്ടാൻ ആഗ്രഹിച്ചവർ ഹോസ്പിറ്റലിന്റെ വരാന്തയിലും ഐസിയുടെ പിന്നെ പുറത്തുമൊക്കെ കാത്തിരിക്കുന്നവരായിട്ട് അല്ലാഹു അവർക്ക് അവസാന നിമിഷമെങ്കിലും വേഗത്തിൽ തിരിച്ചു വരാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനിയന്മാരുടെ, മക്കളുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അർറഹ്മാനും അർറഹീമുമായ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് നീ പുറത്ത് മാപ്പ് നൽകി ഇന്ന് ജനിച്ച മക്കളെ പോലെ ഞങ്ങളെ നിഷ്കളങ്കരാക്കി മാറ്റണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ.
برحمتك يا أرحم الراحمين.